ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിപ്പോൾ സാധാരണ അരിപ്പുട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഒരു പാനിലിട്ടിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പ് അതുപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. അങ്ങനെ അധികം നനവും ആവണ്ട, എന്നാൽ ഒരുപാട് ഡ്രൈ ആവരുത്. അതുപോലെ ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഇതിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. സാധാരണ നമ്മൾ പുട്ടിന് പൊടി കുഴയ്ക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തു. ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത്, ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാണ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ലെവലിൽ നമുക്കിത് കിട്ടും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഈ മിക്സും കൂടി ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട് പുട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ടുപൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്, അത്രയും സോഫ്റ്റായിട്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. അതുപോലെ കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.